അയ്യോ, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അച്ഛന് ഫോണെന്തേ? അച്ഛന് ഫോണിന് ബാലൻസ് കാണിക്കോ? കാണിക്കാൻ പോണ ആ കാണിച്ച ജസ്റ്റ് എന്റെ ബാങ്ക് ബാലൻസ് ഞാൻ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ആ ബാങ്ക് ബാലൻസ് വെറുതെ കാണിക്കാൻ വേണ്ടിട്ടല്ല. ഞാൻ കണ്ണാട് ചോദിച്ചോ, ഞാനൊരു ഉമ്മ കൊടുത്ത് സംസാരിക്കാം. ടെസ്റ്റ് ആയാലോ? എന്താ ടെസ്റ്റിന്? എനിക്ക് ചിരി വരും. എനിക്ക് എന്താ പറയേണ്ടത് അറിയത്തില്ല. എന്നെ എങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു, എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്നാ പറയേണ്ടത് അറിയത്തില്ല. എനിക്ക് തന്നെ ഇറക്കുന്നു ശരീരം. എന്തോ എനിക്ക് തരാൻ വേണ്ടിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. ഒന്നും അറിയത്തില്ലെന്നോ? അല്ല, അച്ഛനൊന്നും ഇതിനെ കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ട് എനിക്കും എന്നാ പറയേണ്ടത് ഉണ്ട് ശരിക്കും അല്ലേ? ഞാനടുത്ത് ചുമ്മാ പറയുന്നതായിരിക്കും. പക്ഷെ എനിക്ക് എന്തോ പോലെ ഇനി പറയാനും തോന്നില്ല, പറയണമെന്നും തോന്നുന്നുണ്ട്. നേരെ പോവാ, ബൈപ്പാസിന്റെ സിഗ്നൽ വരെ എത്താ. അവിടുന്ന് എന്റെ ഇതിലേ കൂടെ കേറണ്ട, അതിലേ കൂടെ കയറാം. അത്ര ദൂരം പോയിട്ട് തിരിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോ എന്നാന്നുള്ളത് കേട്ടോ. ഗസസ് എന്തേലും ഉണ്ടോ? അല്ല, നമുക്ക് കുറച്ച് കാര്യം പറയാൻ പറ്റത്തില്ല. അതാണ് അല്ല, നമുക്ക് എനിക്ക് നേരത്തെയൊക്കെ ഇവളെ കുറെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക. പക്ഷെ ഇപ്പൊ എനിക്ക് ഇവളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ എന്താ ഇതിന്റെയൊക്കെ അപ്പുറമാണ് ഇവിടെ നിന്ന് പറയുന്നത്. സത്യമായിട്ട് എന്റെ കുഞ്ഞുങ്ങളാണ് സത്യമായിട്ടും. ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 10 ലക്ഷം രൂപ തന്ന കാര്യം, അതിപ്പോഴും എനിക്ക് ഇങ്ങനെ കിളി മാറിയിരിക്കുന്നത് മനസ്സിലായോ? കാരണം നമ്മൾ അത്രയും സേവ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായോ? ഞാനൊരു പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്ന ജീവിതത്തിൽ. അത് അവള് കാരണം. ഇപ്പൊ സാധാരണ എല്ലാവരും എന്താ ഭർത്താക്കന്മാരാണ് കൂടുതലായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ അതിൽ കുറച്ചുകൂടെ മുന്നിൽ നിന്ന് അവളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാനും ഒപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് എന്നെക്കാളും ഒരു പടി മുന്നിലാന്ന് എനിക്ക് എപ്പോഴും ഒരു ഫീലുണ്ട്. അതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്നെ കട്ടായി പോയതോ? അതായത് അല്ല, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നെക്കാളും ഒരു പടി മുന്നിലാണ് അവള് യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അല്ല, ഒപ്പം വന്ന് കുറച്ചൊന്ന് മുന്നോട്ട് പോയി ആള്. അത് ഞാൻ അവളുടെ ഒപ്പം പിടിക്കും. ഇപ്പൊ വിക്രമാദിത്യ സിനിമയ്ക്കകത്ത് അവൻ അതായത് ദുൽഖർ പോയി പെട്ടെന്ന് IPS ആയിട്ട് നമ്മളിവിടെ SC ആയിട്ട് നിൽക്കുന്ന ഒരു സത്യമില്ലേ? അപ്പൊ അവളുടെ ഒപ്പം ഓടാനായിട്ട് ഇപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി ഞാൻ പറയാം. അങ്ങനൊന്നും എനിക്കതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ഒരാളുടെ മുന്നിൽ എത്തണം അങ്ങനെ വിചാരിച്ചു. എല്ലാവരുടെ എന്റെ അടുത്ത് ഇപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് പറയും, ഭയങ്കര മെഡിക്കാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവള് എക്സ്ട്രാ ഓർഡിനറി മെഡിക്കാണ്. അത്രയും കാര്യങ്ങൾ റൺ ചെയ്ത് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ എന്റെ 10 രൂപ 15,000 രൂപ എന്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ ഒരു 11,000 രൂപയ്ക്ക് സാധനം എടുക്കാനേ നോക്കത്തുള്ളൂ കടയിൽ. അത് അപ്പൊ ആ സമയത്ത് അവള് പ്രോഫിറ്റും ലോസും എല്ലാം ഒരേപോലെ ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി. അപ്പം എനിക്ക് സത്യം പറഞ്ഞാലുണ്ട് കടയിൽ സാധനം എടുത്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ സെയിലിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് എപ്പോഴും ആ ഒരു പ്രോഫിറ്റും ലോസും ഒരുപോലെ. കാരണം അതിനകത്ത് വേറൊരു സെയിലിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന ബിസിനസ് രീതി രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ക്ലാഷ് ഉണ്ടാവാറുണ്ട്. അതിന് കച്ചവടം എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്, പക്ഷെ എന്റെ ഇല്ല. എനിക്ക് പക്ഷെ എനിക്കത് ബിസിനസിനെ കുറിച്ച് ഒന്നും എനിക്ക് ഒരു ബന്ധമില്ല. പക്ഷെ അതിങ്ങനെ പഠിച്ചു വന്നാണ് എങ്ങനെ മണി മാനേജ് ചെയ്യുന്നത് പഠിച്ചു. അതാ ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ ചെയ്താ പഠിക്കുന്നത്. ആ സമയം അത്യാവശ്യം ഇറങ്ങിയിട്ടില്ല, അപ്പൊ എനിക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളായിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു. ആ സമയത്ത് അത്യാവശ്യം യൂട്യൂബ് ആയിരുന്നു. യൂട്യൂബ് ചെയ്ത് നോക്കുകൊണ്ട് നമുക്ക് ആ യൂട്യൂബിന്റെ ഇങ്ങോട്ട്. പക്ഷെ ഇപ്പൊ എത്ര നാളായി യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് റവന്യൂ ഇല്ലാത്ത മാസമായത്. കഴിഞ്ഞ മാസം 6,000 രൂപ, 6,000 അല്ല 7,000 രൂപ. അതായത് $100 നമ്മൾ വീഡിയോ ഇടാതെ നമ്മുടെ പാസ്റ്റ് വീഡിയോസ്, നമ്മുടെ ഷോർട്സ് $105 കേട്ടോ. 9,000 സംതിങ് ആണെന്ന് തോന്നുന്നു. അത്രയും കയറി. എമൗണ്ട് ഒന്നും നോക്കാത്തോണ്ടാണ് അവർ എമൗണ്ട് കയറി. പക്ഷെ ഈ മാസം ഇല്ല, നമുക്ക് ആകെ ഈ മാസം ഉള്ളത് $15. ഹലോ ഹലോ ഞാൻ ക്യാമറ അവിടെ സെറ്റ് ചെയ്തു. അയ്യോ, അപ്പൊ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം.
ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ. എനിക്ക് ചിരി വരിക. ഞാൻ മൈക്കൊക്കെ എടുത്ത്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ക്യാമറ ഇങ്ങനെ വെച്ചു നമ്മുടെ ഇതിന്റെ മണ്ടയ്ക്ക്. അപ്പം ഈ കാറ്റടിച്ച് കഴിഞ്ഞാൽ സിങ്ക് സൗണ്ട് കേൾക്കത്തില്ല. കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്ത് ഒന്നും കേൾക്കത്തില്ല. എല്ലാവരും മൈക്കില്ലായിരുന്നു, നമ്മളന്ന് മൈക്കൊന്നും വെക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചൊന്നും ഇല്ല. പിന്നെ ഈ അച്ചാച്ചന് അങ്ങനെ ഒരു കാര്യം സർപ്രൈസ് കൊടുക്കുന്നുള്ള ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്തെടുക്കുമ്പോഴല്ലേ അതുപോലെ വീഡിയോ ആകത്തുള്ളൂ. ഇതിപ്പോ ഞാൻ പൂർണ്ണത്തിലേ ചാർജ് ഉള്ളൂ, അതുകൊണ്ടാണോ അല്ലെങ്കിൽ സംസാരിച്ചേ? ഞാൻ പറയുന്നത് കേൾക്കാവുന്നറിയില്ല, കാരണം നോയിസ് ഉള്ളതുകൊണ്ടേ. പറഞ്ഞു എന്നെ ഒരാള് ബാങ്കിലോട്ടൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ഇറക്കിക്കൊണ്ട് വന്നാണ്. പിന്നെ വേറെ എവിടേക്ക് പോണോന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് പറയുന്നിടത്തോട്ടല്ലേ ഇന്ന് പോണോന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് 10 ലക്ഷം തന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഓൾറെഡി പറഞ്ഞു. അത് കഴിഞ്ഞ ദിവസം വീഡിയോക്കകത്ത് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവത്തില്ല. ഷോർട്ടായിട്ടൊന്ന് പറയാം. അതെ, ഷോർട്ടായിട്ട് പറഞ്ഞു. ഷോർട്ടായിട്ട് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറേ നാളത്തെ സേവിങ്സ് ആണ്. പക്ഷെ അതങ്ങനെ ഒത്തിരി നാളെടുത്തെന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ കൂട്ടത്തിലും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും അതിന്റെ കൂട്ടത്തിൽ കടയിലേക്കാണെങ്കിലും പർച്ചേസ് ചെയ്തു, അതുപോലെ കടയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എല്ലാ കാര്യവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാം നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റും. അതിന്റെ ഇടയ്ക്കും സേവ് ചെയ്ത് വെച്ച പൈസയാണ് ഈ 10 ലക്ഷം എന്ന് പറഞ്ഞത്. അത് കറക്റ്റ് ഒരു 10 ലക്ഷം ആക്കിയതൊന്നും അല്ലായിരുന്നു ഞാൻ. 10 ആയി കഴിഞ്ഞപ്പോഴും ഞാൻ ഇങ്ങനെ പൈസ വരുന്നുണ്ട്, 10 കൂടുതലൊക്കെ നല്ല എമൗണ്ട് വന്നു. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ആ ബിസിനസ് ചെയ്യുന്നവർക്കും അത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. എനിക്ക് 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എമൗണ്ട്. എനിക്കൊരു ഇത് ഒരിക്കലും ഞാൻ ഓരോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു, ഇടയ്ക്ക് വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, കാൽക്കുലേറ്ററെ ഞാൻ കൂട്ടിയ കാര്യം കൂട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ, സോറി. ഞാൻ കാൽക്കുലേറ്ററിൽ ഓരോ ദിവസം ഇങ്ങനെ കൂട്ടുമായിരുന്നു. എമൗണ്ട് ഇങ്ങനെ കൂടി വരുമ്പോൾ ഇത് തന്നെ. പക്ഷെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് പിണങ്ങിയപ്പോൾ ഈ പാസ്വേഡ് മാറ്റിയപ്പോ അത് വേറെ പേയ്മെന്റ് ഒക്കെ ഞങ്ങൾ ഇട്ട് അങ്ങോട്ട് കൊണ്ട് ഞാൻ എന്റെ അച്ഛന്റെ ഫോണിൽ നിന്ന് ചെയ്യുമായിരുന്നു, അച്ഛൻ എന്റെ ഫോണിൽ നിന്ന് ചെയ്യുമായിരുന്നു. ഇപ്പൊ അറിയത്തില്ല, എന്റെ ബാലൻസോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. അത് പക്ഷെ പിന്നീട് എനിക്ക് തോന്നി നല്ല, പക്ഷെ ഒരു സിറ്റുവേഷൻ വരും എല്ലാവരുടെ ലൈഫ്, ഭയങ്കര ക്രൂഷ്യൽ സിറ്റുവേഷൻ വരും. പക്ഷെ നമ്മള് അത്യാവശ്യം പക്ഷെ വിചാരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം വന്നാലും ഉടനെ പറയും ഈ കടയിൽ ടോയ്സ് എടുക്കാൻ ഇപ്പൊ ആരെങ്കിലും വന്ന് അവരുദ്ദേശിച്ചൊരു ടോയ് നമ്മുടെ കടയിൽ ഇല്ല, അപ്പൊ ഉടനെ വെച്ചാൽ ടോയ് ഒന്നും ഇല്ല, കുറച്ച് പൈസ ഉണ്ടായിട്ട് പെട്ടെന്ന് ടോയ് എടുക്കണം, അങ്ങനെ ഒരു ചിന്തയാ. പക്ഷെ അതല്ല, നമുക്ക് അവിടെ നല്ല റവന്യൂ, നമുക്ക് ഇൻകം കിട്ടുന്ന, അതായത് എന്താ പറയുന്ന ലാഭം കിട്ടുന്നത് മറ്റേ ടിക്കറ്റാണ്. അപ്പൊ നമുക്ക് ലാഭമുള്ള ബിസിനസ് അല്ലെങ്കിൽ നമുക്ക് അതുപോലെ ഐറ്റംസ് ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഷോപ്പിലുള്ള ഓരോ ഐറ്റംസ് അതുപോലെ ചെകഞ്ഞിരുന്നാണ് കൊണ്ടുവന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഐറ്റംസ് എടുക്കാൻ വേണ്ടി താല്പര്യം. പക്ഷെ ഒപ്പം അങ്ങനെയല്ല, ഒരു ആങ്കോച്ചായോണ്ട് ടോയ്സ് എടുക്കണമെന്നായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് എന്റെ കൈ പൈസ ഉണ്ടെങ്കിൽ ഞാൻ മിണ്ടത്തില്ലായിരുന്നു. എന്റെ മെയിൻ അത് കാര്യം എത്തുന്നത് അതുകൊണ്ടാണ്, ഞാൻ പറയാത്ത അതുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ മാറ്റി വെച്ച പൈസയാണ് ഞാനൊരു പെട്ടെന്നൊരു നിമിഷം എടുത്ത് കാണിച്ചത്. പക്ഷെ എനിക്കത് പെട്ടെന്ന് എടുത്ത് കാണിച്ചപ്പോ പിന്നീട് എനിക്ക് ഓർത്തു അങ്ങനെ കാണിക്കണ്ടായിരുന്നു എന്ന് വിചാരിച്ചേ. കാണാൻ അല്ല, ഞാൻ ഇടയ്ക്ക് എന്നെ എപ്പോഴും ചൊറിയായിരുന്നു കേട്ടോ, എനിക്ക് ബാലൻസ് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ലക്ഷങ്ങൾ കാണും, അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്നാലും എന്റെ മനസ്സിൽ അത്ര ഒന്നും ഇല്ല, അത്ര വലിയൊരു എമൗണ്ട് അല്ല. കാരണം നമുക്ക് പ്രതീക്ഷിക്കപ്പോ നമ്മൾ ഇരിക്കുന്ന കാറിന്റെ വില അല്ല, കാരണം ആ ഒരു വിലയാണ്. അപ്പൊ ഇത് നമ്മൾ ഈ കാറിന്റെ ഇത് അടച്ചു തീർക്കാൻ വേണ്ടിട്ട് 5 വർഷം എടുത്തു. പക്ഷെ അപ്പൊ ആ ഒരു എമൗണ്ട് അവൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാല് അത് എനിക്ക് ഇങ്ങനെ ചിന്തിക്കുന്നതിന് അപ്പുറത്തൊരു കാര്യം. കാരണം എനിക്ക് വരുമാനമുണ്ട്, പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഞാനിപ്പോ വന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ഒരു എന്താ അല്ല ഇത്രയും അടിപൊളിയാണ്. അപ്പം അങ്ങനെ ഇപ്പൊ എന്നെ വിളിച്ചോണ്ട് ഇപ്പൊ നമ്മൾ അടുത്ത ക്രൂഷ്യൽ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പം എന്താണ് എനിക്ക് തരാൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ രാവിലെ പോയിട്ട് എല്ലാ കാര്യങ്ങളും, ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം രാവിലെ പോയി ചെയ്തിട്ട് വന്നതാണ്. എല്ലാം ചെയ്തെല്ലാം വെച്ചേക്കാണ് കേട്ടോ. അതെ, കോള് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ കോള് കട്ട് ചെയ്തു. അപ്പൊ അത്യാവശ്യം ഒരു ഇമ്പോർട്ടന്റ് കോളാണ് ഇപ്പൊ വന്നത്. അപ്പൊ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നു. അപ്പം അതിനിടയ്ക്ക് ഭംഗിയായിട്ട് ബാക്കി പൂർത്തീകരിക്കേണ്ട ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് വലിയൊരു കടമ്പയാണിപ്പം നിലവില്. അപ്പൊ ഞാൻ ഇന്നലത്തെ കഴിഞ്ഞ ദിവസം തൊട്ടേ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ട് 10 ലക്ഷം
അപ്പൊ ഇനി എന്തെങ്കിലും ഒരു സ്റ്റേജ് എടുക്കാനുണ്ടോ? ആ എല്ലാ ദിവസവും ഇങ്ങനെ ചോദിച്ചെന്നെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ചോദിക്കല്ലേ, ഞാൻ എന്റെ ഒന്നും ഇല്ല, സത്യം എന്റെ ഒന്നും ഇല്ല, ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ പുറകെ നടന്ന് ഇങ്ങനെ മറ്റേ തേനീച്ച നടക്കത്തില്ല, കൂ പുറകെ നടക്കുക കുറെ നേരമായിട്ട്. പക്ഷെ എനിക്ക് അതിന് മുന്നേ കുറെ കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങളിലായിട്ട് പോവാന്ന് പറഞ്ഞല്ലോ, പറയാനായിട്ട് പൂർത്തിയാക്കാത്തത് അതൊന്ന് കറക്റ്റ് ഒരു ഇതിലേക്ക് എത്തണം. ശരിക്കും പറഞ്ഞാൽ എല്ലാം എത്തി, പക്ഷെ എങ്കിലും നമുക്കൊരു ഇതുണ്ടല്ലോ. ഇപ്പൊ നമ്മളെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മളെ ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇപ്പൊ നമ്മളെ അറിയാത്തവർ പോലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കാണെങ്കിലും തോന്നി, ഓ അങ്ങനെ നമ്മളിങ്ങനെ മനുഷ്യന്മാരല്ലേ, ചുമ്മാ വിചാരിക്കുമല്ലോ, ഇവരത്ര രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കും. അങ്ങനെ പോലും വേണ്ട, നമ്മളെല്ലാമായിട്ടൊന്ന് ഇരുന്നിട്ട് അതെ, നമുക്ക് കുറെ അനുഭവങ്ങളും കിട്ടി കേട്ടോ. നമ്മളെല്ലാം എടുത്ത് പറയുമ്പോ പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ എന്തായാലും ഒരു ഇതുണ്ടാവും. അത് ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ താഴ്ച ഉണ്ട്, അതുപോലെ നമുക്കും വരാറുണ്ടെന്ന്. അപ്പൊ നമുക്ക് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നുള്ളത്. പക്ഷെ ഈ എന്ത് ചെയ്താലും ഞങ്ങൾ രണ്ടുപേരും അത്ര അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവള് 10 ലക്ഷം രൂപ ഉണ്ടാക്കി തന്നു. അതിനുശേഷം നമ്മൾ നല്ല എമൗണ്ട് ഉണ്ടാക്കി കേട്ടോ. നല്ല ഹാർഡ് വർക്ക് ചെയ്തു. 2 മാസം കൊണ്ട് നല്ലൊരു എമൗണ്ട് തന്നെ ഉണ്ടാക്കി. ഞങ്ങൾ ആഗ്രഹിച്ചത് എല്ലാം മേടിച്ചു. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഭയങ്കര പ്രൗഡാണ്. കാരണം ഒറ്റ മാസം കൊണ്ട് അത്യാവശ്യം ലോണ് മൊത്തം ഇത് ചെയ്തു വിട്ടു. അത് പറയേണ്ടത് വിചാരിച്ചാണ്. അല്ല അതായത് ഉണ്ടായിരുന്ന ലോണ് വലിയ എമൗണ്ട് ആയിരുന്നു. നമുക്ക് ഇപ്പോഴല്ലേ, ഇപ്പോഴും നമുക്ക് എല്ലാം വലിയ വലിയ കാര്യങ്ങൾ തന്നെ. പക്ഷെ ഇപ്പൊ ആ ലോണുകളെല്ലാം ക്ലോസ് ചെയ്തതിന്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ നമ്മൾ അതെല്ലാം പറയാം, ഇതെല്ലാം ഇന്ന് കഴിഞ്ഞു. അല്ല, ഇതിലോട്ട് എന്നെ ഇറക്കിയത് ഇവളാണ്. ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് ആക്കിയത്. ഇപ്പൊ എന്റെ 2 കിറ്റാണ് ഇതിനകത്ത് പാക്ക് ചെയ്ത് ഞാൻ വെച്ചേക്കുന്നത്. ഇപ്പൊ ഞാൻ കടയിൽ പോയി പാക്ക് ചെയ്ത് നേരെ വരുന്ന. അപ്പം നമുക്ക് ഇങ്ങനെ ഡെയിലി ഇപ്പൊ പോസ്റ്റ് ഓഫീസിൽ തന്നെ ഡെലിവറി ചാർജിന് ഞാൻ ഒരു മാസം 30,000 രൂപ 40,000 രൂപ കൊടുക്കുന്നുണ്ട്. അത് കസ്റ്റമറുടെ അടുത്ത് നിന്ന് മേടിക്കാത്ത എമൗണ്ട് ആണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുന്നത്, ഹോം ഡെലിവറി ചാർജസ്. അപ്പം ആ ഒരു ലെവലിലോട്ട് നമ്മളെ എത്തിച്ച കസ്റ്റമേഴ്സിനും അതേപോലെ നമ്മളൊന്നും അറിയത്തോളില്ല പേഴ്സണലി, പക്ഷെ നമ്മളോട്ട് അത്ര അടുപ്പമാകണം. ന്യൂ പേരന്റ് ആയിട്ടിരിക്കുന്നവര് അവര് ഭയങ്കര നമ്മളോട് ആ രീതി സംസാരിക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷം. അവരോരോരുത്തരും ആണ് തൊട്ട് ഇവിടെ വരെ നമ്മളെ എത്തിച്ചു. എന്നാലും നിങ്ങൾ ആരും നമ്മുടെ ആരും അല്ല എന്നല്ല പറഞ്ഞത്. അന്ന് തൊട്ട് ഇന്ന് വരെ കുഞ്ഞുസും അപ്പു അല്ല ഞാനും അപ്പു എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അതിന്റെ പിന്നിലുണ്ട്. അത് നമുക്കിപ്പോ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്നാ, നമുക്ക് യൂട്യൂബിൽ ഓൾറെഡി ഇപ്പൊ ഏണിങ്സ് എല്ലാവരെയും കുറഞ്ഞു. പക്ഷെ നമ്മൾ ഇവിടെ നിന്നാലും നമുക്ക് ഇനി മുന്നോട്ടൊരു വളർച്ച ഉണ്ടാവത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ബിസിനസ്സിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 10K താഴെ നിന്ന് ഇത് ഉണ്ടെങ്കിൽ ഒരു റവന്യൂ പോലും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് മാക്സിമം ഒരു 20,000 രൂപ കിട്ടും. 20,000 രൂപ വെച്ച് നമ്മുടെ വീടിന്റെ വാടക പോലും നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് തൽക്കാലം ഒന്ന് അറിയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ നിർത്തിയതല്ല കേട്ടോ. വരുമാനം ചെറിയ വരുമാനമാണെങ്കിൽ പോലും കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വരുമാനം മാത്രം നോക്കിയിട്ടല്ല നമ്മളിപ്പം നമ്മുടെ യൂട്യൂബിൽ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ആ യൂട്യൂബ് മാത്രം നോക്കിയപ്പോ നമുക്ക് കടയുടെ കാര്യം ഫോക്കസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതാണ്. ഒരു ഷോപ്പ് തുറന്നു വെച്ചിരിക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഒന്നും ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. യൂട്യൂബ് അതും ഇപ്പൊ ഒരേപോലെ ആയിപ്പോ. അപ്പൊ നമ്മൾ എന്താ എടുക്കണം, നമുക്ക് നമ്മൾ ആ വളർത്തിയ നമ്മുടെ ബിസിനസ്, നമുക്ക് എപ്പോഴും ബിസിനസ് ആണ് എപ്പോഴും ഇതായിട്ട് നിൽക്കുന്നത്, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. യൂട്യൂബ് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും ഇതിലും വലിയ ക്രൂഷ്യലായിട്ട് എന്താ സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ യൂട്യൂബ് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്യും. എപ്പോഴെങ്കിലും ഇപ്പം ടിക്ടോക്ക് അതുപോലെ എന്നെ ബാൻ ചെയ്തത്, അതുപോലെ യൂട്യൂബ് എപ്പോഴും ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകുന്ന. പക്ഷെ അതൊന്നും ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് ചിന്തിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും നമ്മൾ ചിന്തിച്ചിറങ്ങണം. എല്ലാവരും ഇപ്പൊ യൂട്യൂബേഴ്സ് എല്ലാവരും, എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അങ്ങനെ അറിയാം. അല്ലെങ്കിൽ എല്ലാവരും ഈ തുടങ്ങുന്ന ചെറിയ ആൾക്കാർ പോലും അവർക്കൊരു വേറൊരു ഇൻകം ഉണ്ട്. എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഒരു ബേസ് ആക്കി എല്ലാവരും വെച്ചു. നിങ്ങൾ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും ബിസിനസ് തുടങ്ങുന്നുണ്ട്. അതിന്റെ തുടങ്ങാൻ കാര്യം തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അതെല്ലാം എല്ലാവരും കാണും. നിങ്ങൾ ഓരോ യേഴ്സും കാണും. നിങ്ങളുടെ ഓരോ അഭിപ്രായം നമ്മൾ മാനിച്ച് നമ്മളത് ഉൾക്കൊണ്ട് ശരിയും തെറ്റും അതിനകത്ത് എടുത്ത് മുന്നോട്ട് പോകുന്നത്. കൊറേ മുന്നോട്ട് പോയെന്നറിയാം. പക്ഷെ എനിക്ക് കൊറേ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ നേരത്തെ അപ്പം ഇതിലേക്ക് എത്താം. ഞാൻ പറഞ്ഞത് അതൊന്നും അവസാനിപ്പിച്ചോട്ടെ. അല്ല, ഞാൻ പറയില്ല, നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അത് അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ തന്നെ ഇറങ്ങണം എന്നൊരു ഭയങ്കര ഇതായിരുന്നു. ഓരോ മണിയും നമ്മൾ എന്തിനാണെല്ലാം വെക്കുന്നത്, അത് ആ കഷ്ടപ്പാട് അത് എപ്പോഴും മനസ്സിൽ കിടക്കണം. എവിടെ ഇരുന്നാലും കിടന്നാലും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാന്നുള്ളത്. ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ കഷ്ടപ്പെട്ട വഴികളോ ഒന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ട്
നമുക്ക് അങ്ങനെ തോന്നിയിട്ട് ഞാൻ പക്ഷെ പലപ്പോഴും അച്ചാച്ചനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയാം, എടാ നാളെ നമ്മൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ തന്നെ ചിന്തിക്കും എവിടുന്ന ഇങ്ങനെ അങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ പോലും ചിന്തിച്ചില്ല. എന്തിനാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ 3 മണിക്കാണ് 4 മണിക്കാണ് വീട്ടിൽ കടയിൽ. പിന്നെ നമ്മളെ അങ്ങനെ കണ്ടിട്ടുള്ളവർക്കും അറിയാൻ പറ്റും. ചിലപ്പോ രാവിലെ ഒരു 10 മണിയൊക്കെ നമ്മുടെ കണ്ണിങ്ങനെ വീർത്തിരിക്കും ചുമന്ന്. കാരണം ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ എന്റെ കണ്ണിന് ഭയങ്കര വിഷയമാണ്. അപ്പൊ നമ്മള് ഒരു 1.5 വർഷമായിട്ട് ഉറക്കമില്ലാത്ത ഓട്ടവും രാത്രികളും അത് കച്ചവടം ഡെവലപ്പ് ചെയ്തു നല്ലപോലെ. നിങ്ങൾ ഓർക്കണം, ഞങ്ങൾ ഇത്രയും പേര് നിന്ന് അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇത്രയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. ഒരാടെ അധ്വാനം അല്ല, ഒരിക്കലും എൻ്റെ ഒരാടെ അധ്വാനം അല്ല. ഞാൻ അതൊരിക്കലും പറയില്ല. എനിക്ക് സപ്പോർട്ട് തന്നത് അച്ചാച്ചനാണ്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയാണ്, ചേട്ടായുണ്ട്, കടയിൽ നിൽക്കുന്ന സ്റ്റാഫ്, എല്ലാവരും സപ്പോർട്ട് കൊണ്ട് ആർക്കാണെങ്കിലും മുന്നോട്ട് പോകാൻ. ഒറ്റയ്ക്ക് ഒരു തോണി കയറി ഒറ്റയ്ക്ക് തുഴഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് അവിടെ അക്കരെ എത്താനായിട്ട് ഒരുപാട് സമയം എടുക്കും. ആ കൂടെ ഇരുന്ന് ഒരാളും കൂടെ അപ്പുറത്ത് തൊഴാനുണ്ടെങ്കിലേ അത് വേഗം എത്താനായിട്ട് പറ്റുള്ളൂ. പിന്നെ കൂടെ എങ്ങനെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഞാൻ. എന്താണേലും തരണം ചെയ്യാം, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞ് ഇറങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മളത് എന്ത് കരയാണോ കുഞ്ഞ്? കരയില്ല കുഞ്ഞ്, കരയൊന്നുമില്ല. ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അച്ഛന് ഫോണെന്തി? അച്ഛന്റെ ഫോണിന് ബാലൻസ് ഒന്ന് കാണിക്കോ? എന്റെ ഫോണിന്റെ ബാലൻസ് അല്ല, എന്റെ ഫോണിന്റെ ബാലൻസ് ബാലൻസ് നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് മുന്നേ ഇടം വരെ പോയേക്കാന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പം ബാലൻസ് നീ ഇപ്പൊ പോയിപ്പം എടുത്തില്ലേ, പൈസ എടുത്തില്ലേ? കാണിക്കാൻ പോണേ, ആ കാണിച്ചോ, ജസ്റ്റ് കാണിച്ചോ. 35 രൂപ, 35,740. അത് ഒരുപാട് പൈസ അടയ്ക്കാനുണ്ടായിരുന്നു. 2-3 ലക്ഷം രൂപയുടെ ഇടപാട് ഈ 2-3 ദിവസം. ഇന്നലെ തന്നെ നല്ല രൂപ ഇതായി. പിന്നെ ഇന്ന് ഇറങ്ങി. അപ്പൊ നല്ലപോലെ വീട്ടിൽ നല്ലോണം ബിസിനസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര ബിസിനസ്മാനായി ഇപ്പൊ. ഓക്കെ, എന്നെ പ്രതീക്ഷിച്ചു പേരൻസ് ഇരിപ്പുണ്ട്, ബേബീസ് ഇരിപ്പുണ്ട്. കടയെല്ലാം കിറ്റ് ഒരുപാട് എടുത്ത് വെച്ചേക്കുക, എല്ലാം വെച്ചിട്ടൊക്കെ വന്നിട്ട്. ഞാൻ ഇത്ര നേരം ഈ കിടന്ന് ചലച്ചത് ചിലവർക്ക് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമാണല്ലോ. അല്ല, ചിലർക്ക് ഇഷ്ടമല്ല. കുഞ്ചിസ് പറയുന്ന ഒന്നും മനസ്സിലാവത്തില്ല, അങ്ങനെ വിചാരിക്കും. എനിക്ക് ഈ സ്വീഷർ വന്ന് എന്റെ ഈ ജോ ലൈൻ ഇങ്ങനെ തെറ്റ് കാരണം ഞാൻ ഈ പറയുമ്പോ ഇങ്ങനെ കുഴഞ്ഞു പോകാറുണ്ട്. പക്ഷെ അത് മനസ്സിലാവുന്നവരുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എനിക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ, നിങ്ങളോട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ചബ്ബിയായി വരും കേട്ടോ, നേരിട്ട് കാണാൻ മനസ്സിലാവും. 50 kg ഏറി ഇല്ല, എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്ര നേരം ഞാൻ വലിച്ചു നീട്ടിയത് ഒരു ബിഗ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഇതിലും വലിയൊരു സർപ്രൈസ് എനിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് June 19 വന്നില്ല, ഈ ചെറുക്കൻ വന്നില്ല. എനിക്കത് ഭയങ്കര വിഷമാ. പക്ഷെ ഞാൻ ഉടനെ കൊണ്ടുപോകും. പിടിക്കും ഇതിങ്ങനെ പിടിക്കും. ഒന്ന് ഓക്കെ കൊടുത്തോട്ടെ. സൗണ്ട് കേൾക്കാവോ? എന്ത് നെഞ്ചിടിപ്പ് കേൾക്കാൻ പറ്റുന്ന എന്റെ ബാങ്ക് ബാലൻസ് ഞാൻ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ആ ബാങ്ക് ബാലൻസ് വെറുതെ കാണിക്കാനായിട്ടല്ല. നമുക്കിപ്പോ പൈസ ഭയങ്കര അത്യാവശ്യമാണ്. ഇത്രയും നാള് സേവ് ചെയ്ത് വെച്ചത് എന്തിനാന്നുള്ളത് വഴി നിങ്ങൾ എല്ലാരും അറിയും. അച്ഛനെങ്കിലും എന്റെ കയ്യിൽ എത്രയെങ്കിലും ഉണ്ടായിരിക്കും പ്രതീക്ഷിക്കുന്നത്. 4 ലക്ഷം രൂപ. അത്രയൊക്കെ പ്രതീക്ഷിക്കാവോ? 5 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ. ശരിക്കും പറയുകയാണെ ഒരു 7 ലക്ഷം രൂപ ആണ്. ഞാൻ പറയട്ടെ, 2 ലക്ഷം രൂപ. 2 അതല്ലേ ശരിക്കുള്ളത്. ഇങ്ങനെ കൂട്ടിക്കൂട്ടി പറയുന്നത്. ഓക്കെ, 2 ലക്ഷം രൂപ. ആദ്യം അവരെ ഞാൻ കണ്ണാട് ചോദിച്ചോ. എനിക്ക് അപ്പഴേ അറിയായിരുന്നു. ഇപ്പം ആരാ വിളിക്കുന്നുണ്ട്? സൂരജ് TC ഒന്ന് കോൾ എടുത്തോട്ടെ. അയ്യോ, ഇനി കറക്റ്റ് സമയത്ത്
എന്ത് അവസ്ഥയിൽ കൂടെ സത്യം പറഞ്ഞ് പോയിക്കൊണ്ടിരുന്ന അറിയില്ല. ഈ കോള് ആരാ വിളിക്കുന്നത്? കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. എന്തൊരവസ്ഥയിലൂടെ രാവിലെ പോയിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പം തിരിച്ചു വന്നത്. വലിയ എമൗണ്ട് കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടിരിക്കുക കേട്ടോ. അതായത് അവൾ തന്ന 10 ലക്ഷം കൂടാതെ ഒരുപാട് എമൗണ്ട് ഇപ്പം പൊടിഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് 30 വയസ്സാവുന്നതിനിപ്പുറം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സേഫ് ആവണം. നമ്മളിപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒന്നെങ്കിലും നമ്മൾ പറയുന്നില്ല, അതിലോട്ട് പറയുന്നില്ല. ഞാനൊരു ഉമ്മ കൊടുത്ത് സംസാരിക്കാം. പബ്ലിക് റോഡാണ്. എന്താ ഞാൻ പറയണ്ടേ? അതായത് ഞാനിപ്പോൾ രാവിലെ പോയിട്ട് എല്ലാ കണക്കും എസ്റ്റിമേഷൻ എല്ലാം എടുത്ത് വന്നിട്ട് ഇനി ഒരു കറക്റ്റ് കണക്കാണ്. ഞാൻ ഒരു രൂപ പോലും കൂട്ടി പറയത്തില്ല. ഇനി ഒരു 6,90,000 രൂപയുടെ നമുക്ക് കറക്റ്റ് വേണം. ഇപ്പോൾ രാവിലെ 1,15,000 രൂപ കൊടുത്തിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഇനി അതിനകത്ത് ഒരു 50 രൂപ അടുത്ത് കൂടെ ഇനിയും ഉണ്ടാവണം, ഇന്നത്തെ ദിവസം ഉണ്ടാവണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഒരു 2 ലക്ഷം രൂപ. കാരണം ഓൾറെഡി ഈയുടെ പാസ്വേഡ് മാറ്റുന്നതിന് മുമ്പായിട്ട് അവളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 12 ലക്ഷത്തി, അതായത് ഈ 10 ലക്ഷത്തിൻ്റെ ഇവിടെ കൂട്ടിയിട്ടാണ് പറയുന്നത്, 12,50,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിനിടയ്ക്ക് സാധനം ഒത്തിരി എടുത്തു. എനിക്കിവിടെ ഇച്ചിരി കഴിവരാ സൂക്ഷിച്ച. പക്ഷെ ഞാൻ സൂക്ഷിച്ച് വെച്ചായിരുന്നു കേട്ടോ. ഇവള് എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചായിരുന്നു. ഞങ്ങൾ 2 കുടുക്ക മേടിച്ചായിരുന്നു. അതിനകത്ത് എല്ലാ മാസവും നല്ലൊരു എമൗണ്ട് നല്ല രീതിയിൽ ഹോം എഴുതിയും വെച്ചിട്ടുണ്ട് ഞങ്ങൾ. നല്ലൊരു എമൗണ്ട് ഞങ്ങൾ അതിൽ നിന്നും സേവ് ചെയ്ത് വീട്ടിലോട്ട് പെട്ട സാധനങ്ങളൊക്കെ മേടിച്ച്, കുറേ സാധനങ്ങളൊക്കെ എന്താ അതല്ല, വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മേടിച്ചു. ഓക്കെ, ഇത് മെയ് 1-ാം തീയതി ആട്ടോ. 2-ാം തീയതിയിലോട്ട് കിടക്കുന്നു. എന്നോട് എല്ലാ ദിവസവും ഇങ്ങനെ ഈ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ രക്ഷ വരുമ്പോ എന്നോട് എപ്പോഴും ചോദിച്ചു കൊടുക്കുക, എന്തെങ്കിലും ഉണ്ടോ. ഞാൻ പറഞ്ഞ എനിക്കൊരു സമയം എന്താ, ഞാനിങ്ങനെ നമ്മളൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു ബർത്ത്ഡേ കാണല്ലേ, എന്തെങ്കിലും സർപ്രൈസ്. ഞാൻ അച്ഛനെ കാണുന്ന നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ തൊട്ട് ഇതുവരെ ഞാൻ എപ്പോഴും സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ടുള്ളു. ഞാനിപ്പോ ബർത്ത്ഡേക്ക് ഭയങ്കര വലിയ കാര്യമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കോ. എനിക്കിത് ഭയങ്കര പ്രഷ്യസ് ആക്കണം. എനിക്ക് എന്റെ ചുറ്റുമുള്ള നിൽക്കുന്നവരെല്ലാരും ഹാപ്പി ആക്കണം. കാരണം എന്റെ ചുറ്റുമുള്ളവരെ എന്നെ ഹാപ്പി ആക്കാൻ നോക്കുന്നവരാ. കാരണം അങ്ങനെയുള്ളവരെ എന്റെ ചുറ്റിനും ഇപ്പൊ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹാപ്പിയാ. അപ്പൊ ഞാൻ തിരിച്ചവരെ ഹാപ്പി ആക്കാനാണ് നോക്കുന്നത്. എല്ലാവരും ഞാൻ അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ അത്രയും വിചാരിച്ചിട്ട് ഇവൻ എന്നോട് വന്നില്ലേ, ഞാൻ ഇല്ല. പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പോഴും അത് പറഞ്ഞില്ല. പക്ഷെ ചെറിയ ക്ലൂ ഒക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടെ കൊണ്ടുപോകണം, ഭയങ്കര ആഗ്രഹമാണ് അത് ചെയ്യണമെന്ന് വെച്ചാൽ. അതാ ഇപ്പം വലിയ കാര്യം. അങ്ങനെ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം നമ്മൾ അങ്ങനെ വീഡിയോ കാണിക്കാറ്. പക്ഷെ എന്നാലും ഇത് എനിക്ക് ഭയങ്കര എപ്പോഴും കാണുന്ന ഒരിടാ. അപ്പം എനിക്ക് അവിടെ കൊണ്ടുപോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, വീഡിയോയിൽ ഇത് കാണിക്കണമെന്നോ ഇതൊന്നും വിചാരിച്ചിട്ടൊന്നും ഉണ്ടാക്കി വെച്ചതോ അല്ലെങ്കിൽ അല്ല. അച്ഛൻ എപ്പോഴേലും ഇതുപോലെ എനിക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് കൊടുക്കുമ്പോൾ അച്ഛൻ ഇതുപോലെ ഒന്നും ഇത് ചെയ്യത്തില്ല. ഞങ്ങൾ രണ്ടുപേരുള്ള നിമിഷത്തിൽ മാത്രമാണ് എക്സ്പ്രസീവ് ആവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അയ്യോ അമ്മയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അച്ഛനുണ്ടല്ലോ, പിള്ളേരുണ്ടല്ലോ, അപ്പം ജസ്റ്റ് വാക്ക് പറഞ്ഞ അവസാനിക്കത്തുള്ളൂ. പക്ഷെ എനിക്ക് ഇങ്ങനെ എന്താ റിയാക്ഷൻ അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയാ. അതുകൊണ്ടാ ഞാൻ വിളിച്ചോണ്ട് വന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഒരിടം വരെ കൊണ്ടുപോകണം, ഞാൻ പറയുന്നിടത്തോട്ട് വണ്ടി തിരിക്കണം, ഞാൻ പറയുന്നിടത്തോട്ട് നിർത്താനാണ്. ചിരിക്കാൻ ഒരിടം നോക്കി, പക്ഷെ ഇവിടെ ഒന്നും ഇരിക്കാനായിട്ട് ഈ സമയത്തല്ലേ എല്ലാരും ബൈപ്പാസിലാണ് നമ്മളിപ്പോ. ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തീരുമാനം പെട്ടെന്ന് ചാടി കയറി എടുത്തേ. അപ്പോൾ ഈ ഒരു തീരുമാനം തെറ്റാണോ എന്ന് വലിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ പേടിയ ഉപരിയല്ല, പൈസ വലിയൊരു എമൗണ്ട് കൂടെ ഉണ്ടാവണം. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം നമ്മളിപ്പോൾ ഉണ്ടാക്കി, മനസ്സിലായോ? ഒരു മാസം കൊണ്ടൊക്കെ നമ്മളെ കൊണ്ട് ഒരു സാധാരണ മനുഷ്യർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മൾ നോർമൽ ഏറ്റവും പറയട്ടെ, ഏറ്റവും താഴെ കിടക്കുന്ന ആളുകളെ കൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്ന അത്ര നമ്മൾ മാക്സിമം ചെയ്തു. അപ്പം ഇപ്പം അല്ലേ നമുക്ക് കാറും അല്ലെങ്കിൽ ഇങ്ങനെ റെൻറ്റ് കൊടുത്തൊക്കെ താമസിക്കാനൊക്കെ സാഹചര്യങ്ങളുണ്ടായി. ഞങ്ങൾ രണ്ടുപേരും ജനിച്ചു വളർന്ന സാഹചര്യം അങ്ങനെയൊന്നും അല്ല. നമുക്കിപ്പോൾ 10 രൂപ പോലും ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം ഇന്നിപ്പം നമുക്കത്
ഉണ്ടാക്കാനായിട്ട് അത്രയും ഞങ്ങൾ ട്രൈ ചെയ്യുന്നു, അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. അച്ഛ, അമ്മ, രാവിലെയുടെ ചിറ്റാമ്മ, എക്സ്പെഷ്യലി ചിറ്റാമ്മ കേട്ടോ. ചിറ്റാമ്മയ്ക്ക് വയ്യാഴിയൊക്കെയാണ്. അപ്പോൾ എങ്കിൽ പോലും ചിറ്റാമ്മ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അല്ല, പിള്ളേർ രണ്ടുപേരും അവർ ഉൾപ്പെടെ എല്ലാവരും ഞങ്ങളെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് എന്തേലും ആവാൻ പറ്റുന്നുണ്ട്, അല്ലെ എന്തേലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് 100% ഉറപ്പാണ്. ഒരിക്കലും ഞങ്ങൾ അവരെ കൈവിടത്തില്ല, എവിടെയും കൈവിടത്തില്ല കേട്ടോ. അപ്പം അവരും വേണം, അവർക്കും അറിയത്തില്ല ഒരു കാര്യങ്ങൾ പോലും. ഞങ്ങൾ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എനിക്ക് വീട്ടിൽ ഇരുന്നിട്ട് പറയാനും പറ്റത്തില്ല, മനസ്സിലായോ? അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ബർത്ത്ഡേയുടെ അന്നാണ് 10 ലക്ഷം രൂപ കിട്ടി തന്നതിന് നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴാണ് അവർ പറയുന്നത്, അല്ലാതെ വേറെ ഒരു മനുഷ്യൻ പോലും അറിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം 10 ലക്ഷം അല്ല, ഇപ്പം മൊത്തം 15 ലക്ഷം രൂപയാണ് കുഞ്ചൂസ് ഇപ്പോൾ തന്നേക്കുന്നത്. എൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പാടുണ്ട് അതിന് വേണ്ടിട്ട്, അത് മനസ്സിലാക്കണം. ഒത്തിരി കഷ്ടപ്പാടുണ്ട്, നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. ഒത്തിരി കഷ്ടപ്പാടുണ്ട്. ഒത്തിരി നാളത്തെ ഓരോ രൂപയായിട്ട് ഇങ്ങനെ കൂട്ടി 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 വെച്ചിട്ടുണ്ടാക്കിയ 1 രൂപ പോലും ഒരാളുടെ അടുത്തൊന്നും മേടിച്ച, അല്ലെങ്കിൽ നമ്മുടെ അല്ലാത്ത ഒരു പൈസയും ഇത് ചെയ്ത്, അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ നിന്നാണെങ്കിൽ പോലും ഷോപ്പിൽ നമ്മൾ സാധനം ഇറക്കും, നമുക്ക് വരുന്ന നമ്മൾ സാധനം ഇറക്കുന്നു, നമുക്ക് അതിനകത്തുനിന്ന് വരുമാനം കിട്ടുന്നു. അതാണല്ലോ ബിസിനസ്. നമുക്ക് നമ്മുടെ ഇത് കിട്ടുന്നു, ലാഭം കിട്ടുന്നു. അതാണ് ഇങ്ങനെ അതിനകത്തുനിന്ന് വീണ്ടും ഇറക്കുന്നു, അതിനൊന്ന് തീർച്ചയായിട്ടുള്ള ലാഭം വെച്ച് മാറ്റി 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 വെച്ചിട്ടാണ് ഇത്രയും നാളെടുത്ത് ഇത്രയും എമൗണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഒരു വാശിയല്ല, ജീവിതത്തിനോടുള്ളൊരു വാശി, അത് ഞങ്ങൾക്ക് ഉണ്ടാകും. ആരോടുള്ള വാശിപ്പുറത്ത് ഒന്നും അല്ല, അങ്ങനെയല്ല ഞാൻ പറയാം. നമുക്ക് ജീവിതത്തിനോട് ഒരു വാശി വന്നത് നമ്മൾ പുറത്തായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. വീടില്ലാത്ത ഒരവസ്ഥയെന്ന് വെച്ചാൽ ഓരോ വർഷം ഇങ്ങനെ മാറി മാറി. ഒരു വാടകക്കാരനെ സംബന്ധിച്ച് അറിയാം അവർക്ക് എത്ര ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. വാടകയ്ക്ക് നിൽക്കുന്ന ഓണറുടെ കയ്യിൽ നിന്ന് കേൾക്കണം, അവിടെ നമുക്കൊരു ഒരു ഫ്രീഡം ഇല്ല, മൊത്തം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നല്ല ഒരാളാണ് കേട്ടോ. ദീപ്തി അമ്മ എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ എല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ടെല്ലാം. കാരണം നമ്മൾ ആ വീട് അതുപോലെ നോക്കും എന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മൾ അങ്ങനെ ഒക്കെയാണ്, ബാക്കി പറയുന്നില്ല. ഓക്കെ. അപ്പം പക്ഷെ നമ്മൾ പലയിടത്തും നമുക്ക് ഒത്തിരി ദുരനുഭവങ്ങൾ. ഇപ്പം നമ്മുടെ ഒരു ഫാമിലിയൊക്കെ അറിയാവുന്നവരെ എടുത്ത് പോലും പോയിട്ട് നമുക്ക് ഭയങ്കര മോശം ഇതായിരുന്നു. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അവസാനം അതിലോട്ട് എത്തും. അതുകൊണ്ട് നമ്മൾ ഇപ്പം ഇവിടം വെച്ച് നിർത്തുകയാണ്. ആ, എന്താ ടെസ്റ്റിന്? എന്നെ ടെസ്റ്റ് ചെയ്യില്ല. എനിക്ക് സത്യം പറഞ്ഞ് കരയണമെന്ന് ഇവിടെ ഈ പബ്ലിക്കിലിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എൻ്റെ നെഞ്ചിനകത്തൊക്കെ എന്തുപോലെ, കാരണം സന്തോഷം കൂടിയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ അല്ല, എനിക്ക് കാരണം ഇന്നലെ ഞാൻ സത്യം പറഞ്ഞ ഇന്നലെ രാത്രി ഞാൻ ബാത്റൂമിൽ കയറി കരഞ്ഞു. ഷവറിനടി നിന്നിട്ടാണ് എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ കരയാറുള്ളൂ. അല്ല, എനിക്ക് ഭയങ്കര വിഷമം സഹിക്കാൻ പറ്റാതെ വന്നിട്ട് ഞാൻ ഇറങ്ങി കാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് നമ്മുടെ എല്ലാ വർഷവും കണക്ക് കാണിക്കണം, ITR ഫയൽ ചെയ്യുന്നതാണ്. അപ്പം കട തുടങ്ങിയ വർഷം തൊട്ട് 5 വർഷമായിട്ട് ITR കറക്റ്റായിട്ട് ഫയൽ ചെയ്യുന്നതാണ്. ഓരോ വർഷം ടാക്സ് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ടാക്സ് എൻ്റെ സമയം ആയിട്ടും നമുക്ക് ഫോം കിട്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ? കറക്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് എനിക്കത് മാത്രം റെഡിയാവുന്നില്ല. ഞാനാണെങ്കിൽ വണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ച് പെരുന്നമ്പൽ ഭഗവാനെ ഒന്നെനിക്ക് സെറ്റാക്കി തരണേ, റെഡിയാക്കണേന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് റെഡിയായി. പിന്നെ ഇപ്പം രാവിലെ ഞാൻ പാറപ്പള്ളിയുടെ മുന്നിൽ പോയിട്ട് രാവിലെ സത്യമായിട്ട് ഞാൻ ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങി പ്രാർത്ഥിക്കത്തില്ലാത്ത അങ്ങനത്തെ സ്വഭാവം എനിക്കില്ല. ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നില്ല. എൻ്റെ മനസ്സിലിരുന്നുണ്ട് ഞാൻ വല്ലപ്പോഴും ദൈവമേ എന്ന് വിളിക്കും. അങ്ങനെ ഓവറായിട്ട് ഒരു വിശ്വാസമായിട്ട് നടക്കുന്ന ഒരു ഇതല്ല. നമ്മൾ ഒരാളെ കാണിക്കാനല്ല ഒന്നും ചെയ്യേണ്ടത്. ദൈവത്തിനെ വിളിക്കുന്നത് എപ്പോഴും മെഴുകുതിരി കത്തിച്ചോ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചോ എന്ന് പ്രാർത്ഥിക്കുന്ന ഒന്നുമല്ല. നമ്മുടെ മനസ്സിൽ ഒരു ദിവസം എണീറ്റ് വരും, പ്രാർത്ഥിക്കുകയും ഇന്ന് തന്ന ദിവസത്തിന് നന്ദി, അല്ലെങ്കിൽ ഇന്നലെ തന്ന ആ നന്ദി ഇത് ചെയ്യുന്നതിനും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ദൈവത്തിനെ വിളിക്കുന്ന ഇത് ആരും കാണിക്കാൻ വേണ്ടില്ല നമ്മൾ ദൈവത്തിനെ വിളിക്കേണ്ടത്. എനിക്കിപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളിപ്പോ നമുക്ക് ഏറ്റവും ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അച്ഛനെ അമ്മേനെ വിളിക്കുക, അല്ലെങ്കിൽ അത്ര ഒരു ബുദ്ധിമുട്ടിലൂടെ വരുമ്പോഴാണ്. മനസ്സിലായോ? അപ്പൊ അതുപോലെ ഭയങ്കര ഒരു അത്രയും ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെയാണ് ഇന്ന് രാവിലെ കറങ്ങി പോയത്. കാരണം ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് എല്ലാം തീർക്കേണ്ട സാഹചര്യം. ഒരു മാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തേലും ചെയ്യാം. എനിക്ക് ഇവളുടെ കയ്യിൽ ഒന്നും ഉണ്ടെന്നുള്ളൊരു ഹോപ്പും ഇല്ല. മനസ്സിലായില്ല? 10 ലക്ഷം രൂപ തന്നു. ഇനി ഇവിടെ എവിടെ നിന്ന് തരാൻ വേണ്ടിയാ? അതിനിടയ്ക്ക് അവൾ 3-4 ലക്ഷം രൂപയുടെ സാധനം എടുത്തു. അപ്പൊ ആ 2 ലക്ഷം ഞാൻ ഓൾറെഡി കണ്ട സാധനം
ഈ സാധനം എടുത്ത് തീർന്നു. എടുത്തു. എടുത്തു, സാധനം എടുത്തു. അപ്പൊ ഒരു ഹോപ്പും ഇല്ല. ഇതെവിടുന്ന് ഉണ്ടാക്കും? സ്വർണ്ണം എല്ലാം മേടിച്ചു, എല്ലാം വിറ്റേക്കാം. ഞാൻ രാവിലെ ഈ മാല ഞാൻ ലോക്കറ്റ് ഇങ്ങനെ എടുത്ത് നോക്കി, വിറ്റേക്കാം. അല്ല കുഴപ്പമില്ല, നമുക്ക് ആദ്യം പറഞ്ഞ ഇങ്ങനത്തെ കാര്യം ഞാൻ ഈ പ്രാവശ്യം പറഞ്ഞേക്കുന്ന ഒരു സ്വർണ്ണത്തിൽ നട്ടെ എന്ന് വെച്ചാൽ സ്വർണ്ണം ഇടാണ്ടുള്ള, പക്ഷെ ഒരു സ്വർണ്ണം പോലും നട്ടേക്കല്ലേ. കാരണം അതെനിക്കൊരു വാശിയാ, മനസ്സിലായില്ലേ? അത് ഞാൻ സത്യമായിട്ടും പറഞ്ഞു, അത് എനിക്കൊരു വാശിയാ. ചിലവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇതിൽ ഞാൻ നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ഇത് ചെയ്ത് നമ്മൾ ആ സ്വപ്നത്തിൽ പൂ അണിയുമ്പം ഞങ്ങളുടെ എല്ലാവരെയും കഴുത്തിലാണ്. നമുക്ക് എന്താണോ ഉള്ളത്, ഒരുപാട് പൊന്നണിഞ്ഞ് നിൽക്കാന്നൊന്നുമല്ല. എനിക്കിപ്പോൾ ഒരു കുഞ്ഞു മാലയുണ്ട്, അത് കുഞ്ഞതൊന്നുമല്ല, അത്ര കഷ്ടപ്പെട്ട് അപ്പോൾ എനിക്ക് മേടിച്ചു തന്നതാണ്. അതുപോലെ തന്നെ ഞാൻ മേടിച്ചു കൊടുത്ത മാലയാണെങ്കിലും നമ്മൾ രണ്ടുപേരോട് ഒരുപോലെ കഷ്ടപ്പെട്ട് മേടിച്ചാണ്. പിള്ളേർക്കാണെങ്കിലും ഉള്ളത് ഒത്തിരി പൊന്നേ ഉള്ളൂ, അത് അവരുടെ കരുത്തിൽ തന്നെ കിടക്കണം. ലോക്കറ്റ് കേട്ടോ, മാല രണ്ടുപേർക്കും പുത്തം മേടിച്ചാണ് കേട്ടോ. അപ്പൊ അത് എനിക്ക് കിടക്കണം. ഇതിനിടയ്ക്ക് വേറൊരു ആഗ്രഹം കൂടെ, അതും എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് സാധിക്കണം. അതൊക്കെ പറയും, അതൊക്കെ വരും. അത് അപ്പൊ ചെയ്യാൻ എനിക്ക് എന്തായാലും ചെയ്യണ്ടെന്നൊന്നും ഇപ്പൊ തോന്നുന്നുണ്ട്. സമയമാകുന്നതേ ഉള്ളതെന്നുള്ളത്. അപ്പൊ അത് ഉടനെ ചെയ്യണം. എനിക്കതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. എനിക്ക് കരച്ചിലൊക്കെ നല്ലോണം വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ പിടിച്ചു നിൽക്കാനായിട്ട് പഠിച്ചു. പക്ഷെ ഞാൻ കരഞ്ഞാലും ചിലർ ഭയങ്കരമായിട്ട് സന്തോഷിക്കാനായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവരെയൊന്നും എനിക്ക് സന്തോഷിപ്പിക്കാൻ തോന്നുന്നില്ല. എനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറയാനായിട്ട് എന്തറിയാം. ഇതിൽ നമ്മുടെ ഇതിന്റെ സ്റ്റോറി കാര്യങ്ങളെല്ലാം ഇനി മുന്നോട്ട് ഉണ്ടാവും. കുറെയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങള് ഇനി ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരും. ഏകദേശം എല്ലാവർക്കും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്താ ഈ ഗിയർ പിടിച്ച് എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ. അയ്യോ എനിക്കറിയത്തില്ല, നമ്മളൊന്നും ആരുമല്ല. ഒന്നും ആയിട്ടില്ല. ഇതൊക്കെ ചെയ്തത് ഒന്നും ആയിട്ടൊന്നുമല്ല. പക്ഷെ എങ്കിലും വലിയ കാര്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പൊ അത് ഇതിന് ബേസിക് അത് തണുപ്പില്ലാത്തതാണോ? നമുക്ക് രണ്ടുപേർക്കും ചൂട് എടുക്കുന്നുണ്ട്. എനിക്കൊന്ന് ടെൻഷൻ ആയിട്ടാണോ? നല്ല തണുപ്പുണ്ട്, പക്ഷെ ഇങ്ങനെ കാറ്റ് തണുപ്പുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ പറയട്ടെ, അല്ല അപ്പം പെട്ടെന്ന് ഒരു മനുഷ്യൻ ദരിദ്രനായിട്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ലോട്ടറി അടിക്കുമ്പോ എന്തായിരിക്കും ചിലപ്പോ അവസ്ഥ? അങ്ങനെ ഇത് ലോട്ടറി അടിച്ചുണ്ടായിരിക്കുന്നത്. ഇപ്പൊ എന്റെ അടുത്ത് ഇവള് പറഞ്ഞത് ഒരു ദരിദ്രന് പെട്ടെന്ന് ദൈവത്തിന് പറ്റും. അപ്പൊ അങ്ങനെയല്ല, പക്ഷെ ലോട്ടറി കിട്ടുന്ന പോലെയല്ല, നമുക്ക് ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. അപ്പം അതിന്റെ ഒരു ഏറ്റവും അവസാനത്തെ ഒരു റിസൾട്ട് എന്ന് പറയുമ്പം അത് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്നതാണെന്ന് പറയുന്ന പോലെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്ര ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് അതിന് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. ഞാൻ പണ്ട് ഇടയ്ക്കൊന്ന് നമ്മൾ തുടക്കത്തിൽ നമ്മുടെ ഒരു ഷോപ്പ് തുടങ്ങിയ ടൈമിൽ ഉള്ള മറ്റേണ്ടിയുടെ ഒരു ആശയം എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് നാൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തു. നല്ല കച്ചവടങ്ങളൊക്കെ കിട്ടി. പിന്നെ ഞാൻ അങ്ങ് വീഡിയോ ചെയ്യാണ്ടായിപ്പോയി. അത് കച്ചവടം കംപ്ലീറ്റ് പോയായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പം നമുക്ക് കിട്ടുന്ന വരുമാനം ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് 60 രൂപ 70 രൂപ കിട്ടിയാൽ അത് കടയിലോട്ട് നേരെ കടയുടെ വാടകയും കറണ്ട് ബില്ലും പോയി കഴിയുമ്പോൾ തന്നെ അത് തീർന്നു. പിന്നെ ഒന്നുമില്ല. അപ്പോൾ ശമ്പളം കൊടുക്കണമെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് ഉണ്ടാക്കണം. അപ്പോൾ ആ സമയത്ത് കച്ചവടം കുറവാണ്. ഡ്രസ്സ് ബ്രാൻഡുകളുടെ എല്ലാം പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഒത്തിരി എമൗണ്ട് കടവും വരും അതിനിടയ്ക്ക്. അപ്പം ഇപ്പം നിലവിൽ ആ ഒരു പിന്നെയും ഇവിടെ എന്നെ തിരിച്ചു കൊണ്ടുവന്നു വീഡിയോ ചെയ്യുക, നമുക്ക് കച്ചവടം കിട്ടും എന്ന് പറഞ്ഞ് പിന്നെ എന്നെ കൊണ്ടുവന്ന് ഞാൻ മറ്റേണ്ടിയുടെ വീഡിയോ ഞാൻ സ്വന്തമായിട്ട് ചെയ്തു. അതായത് ഇവളായിരുന്നു അത്രയും നാളും പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഞാൻ മാറി പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും എൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന രീതിയും ഒക്കെ പ്രസന്റേഷനൊക്കെ ഇഷ്ടപ്പെട്ട് മെസ്സേജ് അയക്കുന്ന ഒരമ്മയൊക്കെ പറയാറുണ്ട്. നമ്മളെ അറിയത്തില്ലാത്തൊരു ഫാമിലി മെമ്പേഴ്സ് അല്ലാത്തൊരു പോലും പറയാറുണ്ട്. ഇപ്പൊ ഒത്തിരി നേരം ആയെന്ന് തോന്നുന്നു സംസാരിച്ചിട്ട്, എനിക്കറിയത്തില്ല. കാരണം നമുക്ക് എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു നിങ്ങളുടെ അടുത്ത്. കാരണം നിങ്ങൾ നമ്മുടെ എല്ലാം നാളിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളത്. വീഡിയോ ഇടാനായിട്ടാണെങ്കിൽ ഇന്ന് ഡെയിലി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാം എടുത്ത് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ കാണിക്കാൻ. അതെ. അപ്പൊ നമ്മുടെ ഹാർഡ് വർക്ക് കാര്യങ്ങളൊന്നും ഒത്തിരി കാണിക്കാതിരുന്നതാണ്. കാരണം അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. നമുക്ക് അങ്ങനെ വീഡിയോയുടെ പുറകെ പോയാലേ നമുക്ക് അതിന് സമയം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ്. കാരണം ഷോർട്സിന് തപ്പിപ്പോകണം, അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോ ചെയ്യണം, അതിനിടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം. എനിക്കപ്പോൾ എൻ്റെ ദിവസം ഫുൾ അങ്ങ് പോയി. ഇപ്പം കാരണം ഞാനിപ്പം കസ്റ്റമേഴ്സിനെ നോക്കിയിരിക്കുന്നു, അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു ദിവസം പോകുന്നു പറയുന്നില്ല. വരുമാനം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരുമാനം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ
ആണ് കാര്യങ്ങൾ. പക്ഷെ ഇനി തൊട്ട് വീഡിയോസ് വരും. കാരണം നിങ്ങളെ എല്ലാ വിശേഷങ്ങളും അറിയിക്കും. നമ്മുടെ സന്തോഷങ്ങൾ മാത്രം നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂ ഇയർ തൊട്ടിട്ട് തീരുമാനിച്ചിരുന്നത്. അത് കറക്റ്റായിട്ട് അതേപോലെ ഫോളോ അപ്പ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇത് 6-ാം മാസം കഴിഞ്ഞ് 7-ാം മാസത്തിലോട്ട് പോകുന്നു. നിങ്ങൾക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ തന്നിട്ടില്ല. പോകുന്ന വർഷങ്ങളിലൊക്കെ പോലെ നമുക്കുണ്ടായ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ പറയേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതുപോലത്തെ ഒരു സാഹചര്യങ്ങളൊന്നും നമ്മൾ അതിലോട്ട് മൈൻഡ് ചെയ്യാറേ ഇല്ല. കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും ഇതിനകത്ത് കൊണ്ടിടാറില്ല. നമ്മുടെ ലൈഫിലേക്ക് അത് ഇങ്ങോട്ട് കൊണ്ടിടില്ല, തട്ടി വിടാറേ ഉള്ളൂ. അതിന്റെ ആവശ്യമില്ല നമുക്ക്. അപ്പം എന്തോ ടെസ്റ്റ് ഉണ്ട്. ഇനി അടുത്ത ടെസ്റ്റ് കാണിക്കേ. അടുത്ത ടെസ്റ്റ് അടുത്ത വീഡിയോയിൽ. അടുത്ത ടെസ്റ്റ് അടുത്ത വീഡിയോയിൽ. ഇല്ല പറ്റുന്നില്ല. എന്നെ ഇടയ്ക്ക് പറഞ്ഞു ഇങ്ങനെ എപ്പോഴും പറ്റിക്കുന്ന. ഇല്ല പറ്റില്ല. ഇല്ല അടുത്ത ടെസ്റ്റ് അടുത്ത വീഡിയോയിൽ കണ്ടാൽ മതി. ബൈ. എന്നാ ഞാൻ കാണിക്കും അടുത്ത വീഡിയോ. അടുത്ത വീഡിയോക്ക് വേണ്ടി അടുത്ത വീഡിയോ ഇവിടെ നിന്ന് തന്നെ നമ്മളിപ്പോ എടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണിക്കാം. അടുത്ത ടെസ്റ്റ് തന്നെയാണ്. അത് SBIയുടെ ബാലൻസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ബാലൻസ് നോക്കാം. അതല്ലേടി? എനിക്കറിയില്ല. എനിക്കറിയാം. എനിക്കറിയില്ല. ഓക്കെ ബൈ. അയ്യോ എനിക്ക് പിള്ളേരുടെ അടുത്ത് പോയിട്ടൊന്ന് സമാധാനമായിട്ട് എന്റെ കൊച്ചുമായിട്ട് ഇരിക്കണം. അല്ല, സത്യം പറഞ്ഞുണ്ടല്ലോ, ഞങ്ങളിപ്പം ഒരുപാട് പ്രേമിക്കുന്നുണ്ട്, ഒത്തിരി പ്രണയിക്കുന്നുണ്ട്. ഞങ്ങളുടെ വഴക്കുകളെല്ലാം ഒത്തിരി കുറഞ്ഞു. കാരണം എന്താ വെച്ചാൽ വഴക്കുണ്ടാക്കാനായിട്ട് ആ പെമ്പിള്ളേര് സമയം തരുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഒരു ചെറിയൊരു ശബ്ദം എന്റെ ഇച്ചിരി ഉയർന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം പോക്ക. എന്റെ അമ്മ എന്നെ തള്ളി കൊന്നിട്ടേക്കോ. സത്യം അറിയാലോ. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട് എന്റെ ആ കുഞ്ഞ് ആമിച്ചൻ. സത്യമായിട്ടും കേട്ടോ. കാരണം എനിക്ക് അവളുടെ ഓരോ സംസാരവും ചില പക്വതയായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് അവള് പറയുവാണ്, എന്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചു ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ. അത് സത്യം പറഞ്ഞാൽ ചോദിക്കല്ലെന്നാണ് കേട്ടോ പിള്ളേരുടെ അടുത്ത് പഠനങ്ങളൊക്കെ ചുമ്മാ തമാശ ചോദിക്കുന്ന. അപ്പൊ ഇങ്ങനെ സംസാരിച്ചോണ്ടത്തേക്ക് ആമി എന്റെ അടുത്ത് ചോദിച്ചു, അപ്പൂച്ചിക്ക് ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അപ്പൊ ഞാൻ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആമിച്ചനെയാ. അപ്പോഴത്തേക്ക് അവളെ എന്റെ അടുത്ത് തിരിച്ചു പറയുക, അയ്യോ അതിന് എന്നെ അല്ല നീ സ്നേഹിക്കണ്ടേ, നിന്റെ ഭാര്യനെ സ്നേഹിച്ചു കഴിഞ്ഞിട്ടാ മക്കളെ സ്നേഹിക്കണ്ടേ പറയാ. എനിക്കത് എന്റെ മക്കളെ എന്നെ ഡാ നീ എന്നൊക്കെ വിളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരെ നിർബന്ധിച്ച് വിളിപ്പിക്കുന്ന. പക്ഷെ ഇവർക്ക് ഇഷ്ടമില്ല, വേറെ ആർക്കും ഇഷ്ടമില്ല. പക്ഷെ എനിക്കത് ഭയങ്കര എന്റെ മക്കളെ കൺസേൺ. പക്ഷെ എനിക്ക് അവന്മാർ രണ്ടുപേരെ എന്നെ അങ്ങനെ വിളിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായി? കുഞ്ഞിലെ തൊട്ട് എനിക്ക് അവരുമായിട്ട് ആ കുഞ്ഞ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിൽക്കാൻ പറഞ്ഞോളം നിൽക്കും. വിഷമോ ഞാൻ എന്തെങ്കിലും ഒരു അടി കൊടുത്താൽ ഭയങ്കര വിഷമം. ഞങ്ങളടിച്ച് നിർത്തത്തില്ല രണ്ടുപേരും. ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ അവരത് സീരിയസ് ആയിട്ടും എടുക്കും, തമാശയായിട്ട് എടുക്കുമ്പോൾ തമാശയും. രണ്ടും രണ്ട് വേ ആണ്. മനസ്സിലായില്ലേ? പേരന്റിങ്ങിൽ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നു. നല്ല രീതിയിൽ പേരന്റിങ് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ അടുത്ത് ഇരുന്നാലേ അവർ പിള്ളേരാണ്, പെൺപിള്ളേരാണ്. ഭാവിയിൽ എന്ത് കാര്യം എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് അവർക്ക് പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കത്തുള്ളൂ. എന്നെ ഡാന്ന് തന്നെ വിളിച്ചിട്ട് എനിക്ക് യാതൊരു ഇഷ്ടമില്ല. അപ്പോൾ അത് അവിടുത്തെ ആരും നെഗറ്റീവ് ഒന്നും വിചാരിക്കില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും കമൻറ്റ് വരാറുണ്ട്. അത് വിട്ട് കളഞ്ഞേക്ക് കേട്ടോ. കാരണം പിള്ളേരെ എന്നെ രണ്ടുപേരും ഞാൻ നിർബന്ധിച്ച് വിളിപ്പിക്കുന്ന. മനസ്സിലായി? കുഞ്ഞിലോട്ടെ അതിനിപ്പോൾ തിരുത്തുവാണെങ്കിൽ അവർ തിരുന്നി പോകും. പക്ഷെ എനിക്ക് അങ്ങനെ തിരുന്നു ആവശ്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ. അതെൻ്റെ ഇഷ്ടമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവളും വഴക്ക് പറയും എന്നെ ഡാന്ന് വിളിക്കുമ്പോൾ. ഞാൻ നിനക്ക് എന്നാ അവര് വിളിച്ചോട്ടെ. ഞാൻ പറയട്ടെ, എന്റെ ഇഷ്ടമല്ല ഞാൻ അവിടെ നോക്കണ്ട. എന്റെ മക്കളുടെ കാര്യം എനിക്കിഷ്ടം. അവള് പോലും അതിനകത്ത് ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അവളുടെ സമ്മതിക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് രണ്ടുപേരും വിളിക്കുന്നത്. വേറെ വ്യക്തിയോടൊന്നും അല്ല പറയുന്നത്. കുഞ്ചു അമ്മയെ കൂട്ടി വിളിച്ചോ. പിന്നെ ഇടയ്ക്ക് ഈ അപ്പുവിനെ വിളിക്കുന്ന പോലെ അപ്പുവെ എടാ അപ്പുവെന്നാ വിളിക്കുന്നത്. എന്റെ കുഞ്ഞെന്ന് വിളിച്ചേക്കാന്ന് അറിയാം. പക്ഷെ ചിലപ്പോ ഞാൻ അങ്ങ് വിടും കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ടാറ്റ. എന്താ അടുത്ത ദിവസം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആ വീഡിയോ കേട്ടോ. എന്നിട്ട് നമുക്ക് ആ വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഓക്കെ.
ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത ദിവസങ്ങളിൽ ബാക്കി അതെ ഒത്തിരി ഇതായിപ്പോയി. ഇനി അടുത്ത ദിവസത്തെ വീഡിയോയ്ക്ക് ടാറ്റ.